എല്ലാവർക്കും പുതിയ വീഡിയോസ് ആണ്. പ്രധാനപ്പെട്ട ന്യൂസുകൾ മാത്രമേ നമ്മൾ പറയൂ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ചതി, ഇതാണ് ചതി. പറയാൻ കാരണം അറിയോ, അമേരിക്ക ഇപ്പം അറബ് രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ട കാര്യം രണ്ട് കാര്യമാണ്. ഒന്നാമത്, ഞങ്ങൾ യുദ്ധം നിർത്തണമെങ്കിൽ 2.5 ട്രില്യൺ ഡോളർ നൽകണം. രണ്ടാമത്തെ കാര്യം, മുന്നോട്ട് ഞങ്ങൾ പോകണമെങ്കിൽ യുദ്ധം ഇനിയും ഇറാനുമായിട്ട് യുദ്ധം മുമ്പോട്ട് പോകണമെങ്കിൽ 5 ട്രില്യൺ ഡോളർ നൽകണം. അത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് യുദ്ധം ചെയ്തത്? അമേരിക്ക ശരിക്കും ഗുണ്ട ആണോ? ഇതൊക്കെ എല്ലാ രാജ്യത്തിനെയും എല്ലാ ആൾക്കാരെയും കൊന്നു തള്ളുന്ന ഒരു രാജ്യമായി മാറിയോ അമേരിക്ക? ഈ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ ലോകം മാറിക്കഴിഞ്ഞു. ഈ ബാക്കി രാജ്യത്തിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്ന സമയത്ത് മറ്റു രാജ്യത്തിലുള്ള ആൾക്കാരൊക്കെ പൊട്ടന്മാരാണോ? ഇത്രയും പാവപ്പെട്ട കുട്ടികളെയും അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്മാരെ മൊത്തമായിട്ട് ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ അമേരിക്ക മാറിക്കഴിഞ്ഞു. പൈസക്ക് വേണ്ടി എന്തും ചെയ്യുക, ആരെയും കൊല്ലാന്നുള്ള രൂപത്തിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു. 2-3 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അതപ്പോൾ ഈ യുദ്ധം നടത്താൻ കാരണം ഞാൻ മനസ്സിലാക്കാൻ കാര്യം അറിയോ, അമേരിക്ക ഇപ്പോൾ സൗദിയിലോട്ട് ഈ ഗൾഫ് രാഷ്ട്രങ്ങളോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ചോറൊന്നും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആർക്ക് വേണ്ടി? ഇറാൻ എന്താ അറിയോ, സാമ്പത്തികമായിട്ടും മിസൈലായിട്ടും എല്ലാ സംഗതിയും മുമ്പോട്ട് കയറി കഴിഞ്ഞാൽ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമേരിക്കനെയും ഇസ്രായേലിനെയും വെച്ചിട്ട് ഇറാനെ തകർക്കുക എന്നുള്ളത് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഓല ഉത്തരവാദിത്തമായിരുന്നു. ഓല ഇറക്കിയതാണ് അമേരിക്കനെ ഇസ്രായേലിനെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ലേ? അതാണ് നമ്മൾ ഇതിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് അതാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് എന്താ പറയുക, അമേരിക്കയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കാം, ഈ 2.5 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് പൈസ ഉണ്ട്. മില്യൺ അല്ല, ട്രില്യൺ ആണ്. മനസ്സിലാക്കണം. അതിപ്പോൾ വില സംബന്ധിച്ചോളം ഏറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ 2.5 ഒരു ശതമാനം പോലും ചിലവായിട്ടുണ്ടാവില്ല അമേരിക്ക ഇത്രയും കാലമായിട്ട്. പക്ഷേ ഈ മരിച്ചുപോയ പട്ടാൾക്കാർക്ക് ഇവർക്ക് നഷ്ടപ്പെട്ട ആയുധങ്ങളൊക്കെ പൈസ ഏറിക്കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന പൈസ 2-3% മാത്രമേ ഉണ്ടാവും. ബാക്കിയൊക്കെ അമേരിക്കയിൽ ലാഭമാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, ഈ യുദ്ധം തുടങ്ങിയതും എന്താ പറയുക അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ കാര്യം ഇറാൻ ഈ പറയുന്ന എല്ലാ രാജ്യത്തെയും ഈ അറബ് രാഷ്ട്രം മൊത്തം ആക്രമിച്ചത് തെറ്റായി പോയി നമുക്ക് തോന്നിയില്ലായിരുന്നോ? പക്ഷെ തെറ്റല്ല. ഇത് നമ്മൾ കാണുന്നതിന് മുമ്പായിട്ട് ഓര് കണ്ടിട്ടുണ്ട്. ഈ യുദ്ധം എങ്ങനെ വന്നു, എവിടെ വന്നു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഇറാൻ അറിയാമെന്നുള്ള അതല്ലേ ബുദ്ധി, അതല്ലേ ചങ്കൂറ്റം. ശരിക്കും പറഞ്ഞാൽ ഇറാനല്ല സ്റ്റാർ. ഇവരെ ഈ അമേരിക്കക്കാരിലും ഈ യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഈ അറബ് രാഷ്ട്രക്കാരിലൊക്കെ ബുദ്ധിയും ശക്തിയുള്ള അമേരിക്കക്കല്ലേ. എത്ര രാജ്യം മുമ്പോട്ട് വന്നാലും ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറാണ്, നിങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറാണ് ഈ ഇറാനല്ലേ മാസ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതായാലും വീഡിയോ ഇവിടെ വേക്കപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.